ഹായ്, ഇത് അറിയാലോ ജബ്ബാർ പെർലയാണ് മാപ്പിളപ്പാട്ട് സിംഗർ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് ഈ യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പാട്ടെന്ന് പറഞ്ഞാൽ ആൽബം രീതിയിലല്ല, അങ്ങനെ ഒരു റോള് ചെയ്തിട്ടൊന്ന് സ്ക്രിപ്റ്റ് വഴി ചെയ്യാനൊന്നുമല്ല. കഴിഞ്ഞ ഒരു പാട്ട് അതെ 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 അലിയാർ തങ്ങളെ പാട്ടില്ലേ, അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. അത് ഇവിടുന്ന് കുറച്ച് സ്ഥലത്ത് നിന്ന് അപ്പുറം ഒരു ചെറിയൊരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കും ചില സമയത്ത്, ലീവുള്ള സമയത്ത്, ഇങ്ങനെ ഫ്രീ ഉള്ള സമയത്ത് കറങ്ങി നടക്കും വെറുതെ. ഞങ്ങൾ വീഡിയോ ആക്കിയിട്ടൊന്നും ഇടാറില്ല. ആദ്യത്തെ വീഡിയോ ആയിരുന്നു അത്, അലിയാർ തങ്ങൾ അല്ലേ, ആദ്യത്തെ വീഡിയോ. അത് അപ്പം തന്നെ അതാ ആ സ്പോട്ടിന് പ്ലാനാക്കി ഇട്ടതാ അല്ലേ? തീർച്ചയായിട്ടും പ്ലാനാക്കി ഇട്ടതാ. അവിടെ നല്ലൊരു സൈറ്റ് കണ്ടു. പിന്നെ അപ്പോൾ വെറുതെ ഇരുത്തിയിട്ട് പിന്നെ ബൈക്കിൽ ഇരുത്തിയിട്ട് ഒരു പാട്ട് ചെയ്ത് ഇട്ടതാണ് ആലിയാർ തങ്ങളെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പാട്ട്, മാപ്പിള പാട്ട്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് തന്നെ എടുക്കുക, ഈ ഭാഗത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാ ഈ ഒരു സ്ഥലത്തേക്ക്. ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇത് ഏതാ സ്ഥലം എന്നറിയോ? ഇവൻ തന്നെ സ്വന്തം നാടാ ജബ്ബാർ. പെർല എന്ന് പറയും. പെർല എന്ന് പറഞ്ഞാൽ ഇവന് യഥാർത്ഥത്തിൽ ഉക്കിനടുക്കാണ്, പെർളത്തിന് ഇപ്പുറാണ് എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ മുമ്പായിട്ട് വരും ഉക്കിനടുക്കാന്ന് പറയുന്ന സ്ഥലം. അതായത് നമ്മുടെ കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ്. അതെ. ഞമ്മ ഇപ്പൊ കയറി വന്ന മെഡിക്കൽ കോളേജ് ആ റോട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഒരു കട്ട് റോട്ടിലെ കൂടി കയറിയല്ലേ, കട്ട് റോട്ടിലെ കൂടി. ഭാഷയുടെ പ്രശ്നം ഉണ്ടാവട്ടാ, ഞങ്ങള് സംസാരിക്കുന്നത് കാസർഗോഡ് മലയാളമാണ്. ഇപ്പൊ വലിയ ആളായിട്ട് വന്നിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങള് മറ്റേ ശുദ്ധ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാല് ഇവന് കൂടുതൽ, പിന്നെ ഇവന്റെ പാട്ട് കേൾക്കുന്നവർ കൂടുതലും ആ ഭാഗത്തുണ്ട്. ഇവിടെ മലപ്പുറം, കോഴിക്കോട് അല്ലെ. ഇവിടെ പിന്നെ ഞാൻ ഒരാള് കാണാനൊക്കെ വന്നിരുന്നു. അയാളുടെ പേരെന്തായിരുന്നു? അഷ്റഫ് അല്ലെ. ഏത് എവിടെ സ്ഥലമാണ്? വയനാടാണ്. വയനാട് ആ ഭാഗത്തുണ്ടായിരുന്നു. അതെ. ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ശുദ്ധ മലയാളം. കാരണം നമ്മൾ കാസർഗോഡുകാർക്ക് ശുദ്ധ മലയാളമൊക്കെ മനസ്സിലാവും. നമ്മളിപ്പോൾ പറഞ്ഞാലും മനസ്സിലാവും, കേട്ടാലും മനസ്സിലാവും. കുറച്ചൊക്കെ നമുക്ക് സംസാരിക്കാനും പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് നമ്മൾ കാസർഗോഡ് മലയാളം കേച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ശുദ്ധ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ. ഓക്കെ, ചില സമയത്ത് കാസർഗോഡ് മലയാളം ഇതിൽ കയറി വരാം അല്ലേ. ചില വേർഡ്സ് ഞങ്ങൾക്ക് പെട്ടെന്ന് ശുദ്ധ മലയാളം, ഞങ്ങൾക്ക് ആകെ ടീച്ചർമാരെ നിന്ന് കിട്ടിയ ശുദ്ധ മലയാളം, സിനിമയിൽ നിന്ന് കിട്ടിയ ശുദ്ധ മലയാളമേ ഉള്ളൂ. പിന്നെ പത്രത്തിൽ നിന്ന് കിട്ടിയ, ന്യൂസിൽ നിന്ന് കിട്ടിയ ആ ശുദ്ധ മലയാളം വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാര്യത്തിൽ വരാം. ഞങ്ങൾ യഥാർത്ഥത്തിൽ വന്നത് അതുപോലെ അലിയാർ തങ്ങളുടെ ഒരു പാട്ട് ഇട്ടിരുന്നല്ലോ, ഒരു ക്ലിപ്സ്. അതുപോലത്തെ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ചെയ്യുക, അങ്ങനെ ഈ ഫ്രീ ഉള്ള സമയത്ത് വന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ കണ്ട് നല്ല പൊക്കമുള്ള ഒരു പാറക്കെട്ടുള്ള സ്ഥലമാണ്. താഴൊക്കെ ഭയങ്കര കാടാണ്. ഇപ്പോൾ ഇതെടുക്കാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ റോൾ ചെയ്ത് കാണിക്കായിരുന്നു. ഞങ്ങൾ ട്രൈപ്പോഡൊന്നുമില്ല. ട്രൈപ്പോഡ് എന്ന് പറഞ്ഞാൽ ട്രൈപ്പോഡ് വെച്ചിരിക്കുകയാണ്, ഷൂട്ട് ചെയ്യാൻ ആളില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ട്രൈപ്പോഡ് അവിടെ ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ടിരിക്കുകയാണ്. നല്ല കാറ്റും, നല്ല ട്രൈപ്പോഡ് തന്നെ അവിടെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അത്രയും നല്ല കാറ്റ്, അത്രയും ഉയർച്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ചുറ്റുപാടൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞല്ലോ, ഒരു നല്ലൊരു സ്ഥലം കണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷേ ഈ സ്ഥലം ശ്രദ്ധിച്ചു നിങ്ങൾ, ഇവിടെ ഒരു സിമെൻറ്റ് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ സിമെൻറ്റ് കോൺക്രീറ്റ് പോലെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് ജബ്ബാറിനറിയാം. ജബ്ബാർ ചെറുപ്പത്തിലേ ജനിച്ച് വളർന്ന നാടാണ് ഇവിടെ. പഠിച്ച് കളിച്ച് എല്ലാ ഗുണ്ടായുസും കാണിച്ചു വന്ന സ്ഥലമാണിത്. അപ്പോൾ അവനക്കറിയാം ഇതെന്തെന്ന്. ഇത് കശുവണ്ടി പ്ലാന്റ് ഉണ്ട്. അതിന് മരുന്നടിക്കുമായിരുന്നു പണ്ട്. ഏകദേശം 8-9 വയസ്സ് പ്രായമുള്ള ആ ഒരു സമയത്താണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 3-4 വയസ്സ്. അപ്പൊ ഞങ്ങൾ ആ പോവല് ഭാഗത്ത് അവിടെ മുതലപ്പാറ അവിടെ വരായിരുന്നു. അവിടെ ഹെലികോപ്റ്ററൊക്കെ വരായിരുന്നു. ഓക്കെ. അപ്പോൾ അതിന് മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഹെലികോപ്റ്ററിന് 2 സൈഡും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡും മരുന്ന് നിറക്കുന്ന ഒരു ടാങ്ക് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിലാണ് മരുന്ന് അവർ നിറക്കൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മരുന്ന് തയ്യാറാക്കൽ അവിടെയാണ്. ആ കാണുന്ന ഒരു സാധനം ഇല്ലേ, ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഇപ്പോൾ വേറെ ഒരാൾ ഷൂട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ എല്ലാം ഇങ്ങനെ ആരോ മാർക്കിട്ട് കാണിക്കുന്നുണ്ട്. അത് കൊണ്ടേ മയിലിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അത് നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കാണാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര മയിലും കാര്യങ്ങളും പക്ഷികളുടെ സൗണ്ടും. ഈ ഒരു ഈവനിങ് ടൈമാണ് ഭയങ്കര. ആ സ്ഥലത്തൊക്കെ മൊത്തം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു
കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് വെറുതെ വന്നിരുന്നു ഈ വെറുതെ ഏരിയയിൽ. വെറുതെ. ആ സമയത്ത് അവിടെ കശുവണ്ടി പ്ലാന്റിന്റെ ആ ഏരിയയിൽ പോയിരുന്നു. നമുക്ക് മുകളിൽ അങ്ങോട്ട് കയറി പോയി കയറി വരുന്നു. ബൈക്ക് അവിടെ ഫുള്ളായിട്ട് പോകുന്നില്ല, കുറച്ച് സ്ഥലം പോയിരുന്നു. മയിലുകളാണ് മൊത്തം. മയിലുകൾ, ഒരുപാട് ജീവികളുണ്ട്. അതെ, മയിലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് ഇവിടെ മയിലുകൾ ഉണ്ടായിരുന്നു. അത് പേടിച്ചോടിപ്പോയി. ഞങ്ങളൊന്നും ചെയ്യുന്നൊന്നല്ല, അത് പേടിച്ചിട്ട് ഓടിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ കിട്ടിയെങ്കിൽ എടുക്കാം, എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഓക്കെ, പറഞ്ഞോളൂ. ഇത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെയാണ് അതിനുള്ള മരുന്നൊക്കെ മിക്സ് ചെയ്യല അവർ. അത് ആ സാധനം, ആ കെട്ടിയിട്ടുള്ള ആ ഒരു ടാങ്ക് പോലത്തെ സാധനമില്ല, അതിനകത്ത് മിക്സ് ചെയ്തിട്ട് അവിടുന്ന് ഒരു 4 ജോലിക്കാരുണ്ട് ഇതിന് വേണ്ടി. അപ്പൊ ഒരാൾ അവിടുന്ന് മിക്സാക്കി ഏറ്റി കൊടുക്കും, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കും മരുന്ന്. ഒരാൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും, ഒരാൾ ഇതിന് കയറിയിട്ട് ഒഴിക്കും. പിന്നെ അത് പിന്നെ അങ്ങോട്ട് സ്പ്രേ ചെയ്യും. ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങനൊന്നും അതൊന്നുമില്ല. വരാൻ പാടില്ല, ചുറ്റുപാട് ആ ഭാഗത്തൊക്കെ കാരണം എന്ന് പറഞ്ഞാല് ആ സമയത്ത് ഇതിന്റെ അപകടത്തിനെ കുറിച്ചിട്ടൊന്നും അറിവില്ലായിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഹെലികോപ്റ്റർ കാണുമ്പോൾ പിള്ളേരൊക്കെ ഓടി വരും, എല്ലാം എൻഡോസൾഫാൻ. ആ അപകടത്തിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. പിന്നീടാണല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിഞ്ഞതും. പിന്നെ കാരണം ഹെലികോപ്റ്റർ വരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിള്ളേർ ഓടി വരും. ഓക്കെ, അത് പിന്നീട് മനസ്സിലായത് ഗവൺമെന്റ് നിരോധിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ വന്ന് ഈ ഒരു സ്ഥലം കാണിക്കാനാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ സിമെന്റും ഉണ്ടാവൂല, പിന്നെ ചിലപ്പോൾ പാറക്കെട്ട് ഉണ്ടാവും. പിന്നെ ഇതിലിപ്പം തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ പുല്ലൊക്കെ മുളിച്ചു. ഇതിന് പുല്ലൊക്കെ മുളിച്ചാൽ പിന്നെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നേ അറിയില്ല. കാരണം ഇപ്പം നമ്മുടെ 90s കിഡ്സിന് ചിലപ്പോൾ ഇതൊരു കാണുമ്പോൾ ഒരു കൗതുകം, അത്രയേ ഉള്ളൂ. ഇത് വലിയ സംഭവം ഒന്നല്ല. ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ കാസർഗോഡ് ടൗൺ ആയെങ്കിലും ഏത് ടൗൺ ആയെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഹെലികോപ്റ്റർ നിർത്തുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ചുറ്റും കാടാണ്, ഒരു ചെറിയൊരു പാറക്കൂട്ടാണ്, ഉയർന്ന പാറക്കൂട്ട്. അതിൻ്റെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ നിൽക്കുന്ന സ്ഥലം, ലാൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇതൊരു കൗതുകമായത് കൊണ്ട് ഞങ്ങൾ വ്ളോഗ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് വ്ളോഗ് പ്രതീക്ഷിക്കും. ആദ്യത്തെ വ്ളോഗും കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞങ്ങൾക്ക് ഒരു വെള്ളക്കെട്ട് കണ്ടിരുന്നു അവിടെ ആലിയാറ് പാട്ട് പാടിയ സ്ഥലത്ത്. അതിന്റെ അടുത്തൊരു പശു ഫാം ഉണ്ട്. പശു ഫാം ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം, ഇനിയിപ്പോൾ ഒരു ഉൾസ്ഥലത്തുള്ള നല്ലൊരു ബിസിനസ് ആയിട്ട് അത് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണോ, ആൾക്കാർക്ക് എത്തിക്കണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പറ്റുമെങ്കിൽ അവരെ പെർമിഷനൊന്നും എടുത്തിട്ടില്ല, എടുത്ത് പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോയി ചെയ്യും. അതിൻ്റെ കുറിച്ചിട്ട്, ആ ബിസിനസ് സാധ്യതകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതും അതിൻ്റെ എല്ലാം, അത് ആ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ഞങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇതൊരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. എൻഡോസൾഫാൻ അടിക്കുന്ന സമയത്ത് ഇവിടെ ലാൻഡ് ചെയ്യുന്നതാണ്. അത് പിന്നെ ആ മരുന്ന് കലക്കുന്ന മിക്സ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ടാങ്കിൽ കൊണ്ട് ഫില്ല് ചെയ്യും, അത് ഹെലികോപ്റ്റർ കൊണ്ടുപോയി അവിടെ സ്പ്രെഡ് ചെയ്യും. അതാണ് കശുവണ്ടി പ്ലാൻ. ആ ഭാഗത്തൊക്കെ പോയി നമ്മുടെ പിന്നെ ഏത്തെടുക്ക ഭാഗത്തൊക്കെ ഉണ്ട് ഒരുപാട് പ്ലാൻ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഏത്തെടുക്കാവും മുതലപ്പാറയിലെ കണക്ട് ഉണ്ടാവും, ബോവിക്കാന ഭാഗം ഉണ്ടായിരിക്കാം, ബോവിക്കാന ഭാഗത്തേക്ക് പോകുന്നുണ്ടാവും അല്ലെ? അതെന്താ പറഞ്ഞാൽ അവിടെ വന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ട് ചെയ്തത് ആ ഏരിയ ആണ്, മുതലപ്പാറ ബോവിക്കാനത്തുനിന്ന് മുകളിലാന്ന് തോന്നുന്നത് ആ ഏരിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലം പരിചയപ്പെടുത്തി, അത്രയേ ഉള്ളൂ. സ്ഥലം പരിചയപ്പെടുത്തിയതൊന്നുമല്ല, ഇങ്ങനൊരു ഉൾസ്ഥലത്ത്, ഇങ്ങനൊരു ഉൾസ്ഥലം എന്ന് പറയാൻ പറ്റില്ല. ഇതിന് എത്ര കിലോമീറ്റർ മെഡിക്കൽ കിലോമീറ്ററിന്റെ ഉള്ളിലേ. അതെ, മെഡിക്കൽ കോളേജിന്റെ ആ ടാങ്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതെ, ആ ബിൽഡിംഗ് അവിടെ കാണുന്നുണ്ട്. ഉൾഗ്രാമം എന്നൊന്നും പറയാൻ പറ്റൂല, കാണുമ്പോൾ ഒരു കൗതുകം. കാരണം ഫുള്ള് കാടാണ്, പാറക്കെട്ടാണ്, അതിന്റെ നടുവിൽ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോൾ കാണുന്ന നേരെ ഓപ്പോസിറ്റ് അപ്പുറം ആ ഭാഗത്തൊക്കെ പോയാൽ നമ്മുടെ ദിലീപേട്ടൻ അഭിനയിച്ചൊരു പടം കൂടിയുണ്ട്, മറ്റേ മധുരനൊമ്പരക്കാറ്റ്. ദിലീപേട്ടല്ലേ, വിജുമേനൻ മധുരനൊമ്പരക്കാറ്റ്, കാവ്യമാധവനൊക്കെ. അതെ അതെ, മധുരനൊമ്പരക്കാറ്റ്, അത് ശരിയാണ്. മധുരനൊമ്പരക്കാറ്റ് സംയുക്ത വർമ്മ 2000 കാവ്യ ഉണ്ടായിരുന്നു തോന്നുന്നു, കാവ്യമാധവൻ 1999 റിലീസാന്ന് തോന്നുന്നു ആ പടം അല്ലേ? സംയുക്ത മേനോന്, പിന്നെ വിജു മേനോന്, കാവ്യമാധവന്റെ ഒക്കെ തുടക്കത്തിലെ പടങ്ങളാണ് അതൊക്കെ. അതിലൊരു കാറ്റ് വരുന്ന സീനും കാര്യങ്ങളും സ്കൂള് ഷൂട്ട് ചെയ്ത് ഇവിടെ അല്ലേ? നീ പഠിച്ച സ്കൂളാ? അല്ല, ഞാൻ പഠിച്ചതല്ല, ഞങ്ങൾ മിനിഞ്ഞാന്ന് പോയ. അതെ, ഞാൻ പഠിച്ചതല്ല, ഉക്കിനടുക്കയിലാണ് ആ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളല്ല അത്. അതെ അതെ, ആ സ്കൂള് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്കൂളൊക്കെ ഇവിടെയാണ്, ഉക്കിനടുക്ക ചെയ്യുന്നത്. അതിന്റെ പകുതി ഷൂട്ട് ചെയ്തിന് ഇതിന്റെ മറ്റേ ആ ഭാഗത്താണ്, സീതാങ്കുളി മറ്റു ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സീതാങ്കുളിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പകുതി, മധുരനൊമ്പരക്കാറ്റ് പകുതി. പക്ഷെ അതിൽ കാണാം ഇങ്ങനെ ഇപ്പൊ ഈ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ അതിൽ ആ ഒരു സിനിമയിൽ കാണുന്നുണ്ട് സൈഡായിട്ട്.
ഏതോ ഒരു വീടിൻ്റെ ആ കാറ്റിൻ്റെ പശ്ചാത്തലവും എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെയാണുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ഒരു പാറക്കെട്ടും കുറച്ച് മനോഹരമായിട്ടുള്ള ഒരു രീതി ഞങ്ങൾക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നമ്മുടെ സുരാജ് അഭിനയിച്ച തൊണ്ടി മുതലും ദൃസാക്ഷിയും അത് ഇവിടെ തന്നെ അവിടെ ഒന്ന് ഒരിക്കൽ പോകുന്നുണ്ട്. അവിടെ ഷേണി സ്ഥലം ഞങ്ങൾ പഠിച്ച സ്കൂളിന്റെ സ്ഥലം അവിടെ പോകുന്നുണ്ട്. അവിടെ കാണിക്കാം നമ്മള് പിറകിൽ ഒരു അമ്പലത്തില് പിന്നെന്തോ ഉത്സവം നടക്കുന്നതായിട്ടും പോലീസ് സ്റ്റേഷന് സെറ്റ് ഇട്ട സ്ഥലവും ഒക്കെ അവസാനം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ മറ്റേ എന്തൊരു സോളാറിന്റെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ പിന്നെ അണക്കെട്ടുണ്ട് അവിടെ. ആ ഒരു ഏരിയ നമ്മൾ പോയി കവർ ചെയ്യും. അണക്കെട്ട് നമ്മുടെ സുഹൃത്തിന്റെ മാനുവിന്റെ ആ നാടല്ലേ ഇത് പറയുന്നത്? ഷഹദിന്റെ ആ നാട്ടിൽ പോയിട്ട് ഒരിക്കൽ നോക്കാം. ഓക്കെ. പിന്നെ അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ, ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എവിടേക്കൊക്കെ എത്തി, എവിടുന്നോ തുടങ്ങി എവിടേക്കോ എത്തി. കാരണം അത്രയുണ്ട് ഇവിടെ. ഉൾസ്ഥലമാണെങ്കിൽ പറയാൻ പലതുണ്ട്, പല കാര്യങ്ങളും അല്ലെ ജബ്ബാറ, പല കാര്യങ്ങളും ഉണ്ട്. ഇനിയുണ്ട്. ഇനി നമ്മൾ ആ വെള്ളക്കെട്ടിൻ്റെ ഇവിടെ ആ പാട്ട് കൂടി അവിടെ സ്ഥലത്തിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെയും പറയാനുണ്ട്. പിന്നെ അവിടെ പെർമിഷൻ തരികയാണെങ്കിൽ അതിനകത്ത് പോകാൻ പറ്റുന്നു. ഞങ്ങൾ വിരിഞ്ഞാന്ന് ആ വെള്ളക്കെട്ടിൻ്റെ അടുത്ത് പോയിരുന്നു, അതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അടുത്ത് പോയിട്ട് 4 നല്ല നായ കണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങളെ ശരീരത്ത് കുറേ ഇറച്ചിയുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്ന് കൊടുക്കാൻ പോയില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ഗേറ്റിൽ നിന്ന് നോക്കി, ആരും അകത്ത് കണ്ടില്ല. പശുക്കളുണ്ടായിരുന്നു. ആരും കാണാത്തത് കൊണ്ടും പിന്നെ നല്ല മഴയുമായിരുന്നു ആ സമയത്ത്. മഴ ആയതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. പിന്നെ സമയം കിട്ടിയത് ഇന്ന് പാട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തപ്പി വന്നിട്ടാകും ഇതുപോലെ കണ്ടു. അതുകൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തു. നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാതെ നിങ്ങൾ വിചാരിക്കും വലിയ സംഭവം ആണോ എന്ന് ചിന്തിക്കും. ചിലപ്പോൾ വലിയ സംഭവം ആയിരിക്കില്ല. പക്ഷെ 90s കിഡ്സ് ഞങ്ങളെ പോലുള്ള ഏജിലുള്ള പിള്ളേർക്ക് ഇതൊരു കൗതുകമാണ്. കാരണം പണ്ട് ഹെലികോപ്റ്റർ പോലും വരലും ഞങ്ങൾ പുറത്തു നിന്നിട്ട് ഇങ്ങനെ നോക്കലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോഴത്തെ കുട്ടികളും ചിന്തിക്കും. ഓ ഈ പാറൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് ഹെലികോപ്റ്ററൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ ലാൻഡ് ചെയ്യുമെന്നൊക്കെ ഒരു അല്ലേ ആ ഒരു കൗതുകത്തോടുള്ളൊരു എന്താ നോക്കിക്കാണലുണ്ടാ. എന്താ പറയുക, ശുദ്ധ മലയാളത്തിലൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾക്ക് വേറൊരു ഇതേ സ്ഥലമായിരിക്കും ഏകദേശം നിങ്ങൾ കാണാതെ ഉൾഗ്രാമത്തിൽ പെട്ട നല്ല സൗന്ദര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പല സംഗതികളും മനസ്സിൽ കാണുന്നുണ്ട്. വ്ളോഗ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ അത് പല തരത്തിലുള്ളതാണ്. കാരണം ഞങ്ങൾ കാസർഗോഡൊന്ന് ഇറങ്ങിച്ചെല്ലാന്ന് വിചാരിച്ചു. കാസർഗോഡിൻ്റെ ഉൾസ്ഥലങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അത് പല പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കൗതുകമായിരിക്കാം, ചിലപ്പോൾ പിന്നെ അത്ഭുതകരമായിരിക്കാം, ചിലപ്പോൾ പഠിക്കാനുള്ളതായിരിക്കാം. പല കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ വെറും ട്രാവൽ വ്ളോഗ്സ് മാത്രം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പല തരത്തിലുള്ള കാറ്റഗറിയിൽ അത് പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടി സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ വഴിയെ മനസ്സിലാവും ഞങ്ങൾ എന്താണ് ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ വ്ളോഗ് കൊണ്ട് എന്താണ് ഉപകാരം പെടുന്നതെന്ന് അടുത്ത വ്ളോഗ്സിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. പിന്നെ കാസർഗോഡ് നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആവശ്യം, മീൻസ് എന്തൊക്കെ അറിയാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആകാംക്ഷയുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതൊക്കെ ഞങ്ങൾ ഇനിയുള്ള കാലത്ത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടും ഇതിപ്പോൾ വെറുതെ ഞങ്ങൾ ചെറിയൊരു ക്യാമറ സിസ്റ്റം കൂടിയെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൊക്കെ ഇതിനേക്കാളും സൗണ്ട് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും പിന്നെ നല്ലൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് വന്ന് ചെയ്യുവാണ്. അടുത്ത കുറച്ച് വീഡിയോ കഴിയുമ്പോഴേക്കെല്ലാം എല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. കാരണം തിരക്ക് പിടിച്ച് വന്ന് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചില ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ ഉണ്ടായിരിക്കും. പിന്നൊരു കാര്യം, ചില വ്ളോഗ്സിൽ ഇവൻ്റെ പാട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. മാപ്പിളപ്പാട്ട്, പഴയ മാപ്പിളപ്പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു. നമ്മളെ ചാനൽ നോക്കിയാൽ ചാനൽ ഫസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം. പഴയ മാപ്പിളപ്പാട്ടിൻ്റെ പുലിയാണിത്. ഓക്കെ, ഇവൻ നിങ്ങൾക്ക് വേണ്ടി പാടിയിട്ടും തരും. ചില കഴിയുന്ന വ്ളോഗ്സിലൊക്കെ ഇവനെ കൊണ്ട് ഞാൻ പാട്ട് പാടിക്കും. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏതാ പാട്ട് ഇവനെ കൊണ്ട് പാടിപ്പിക്കേണ്ടതെന്ന്. ആഗ്രഹമുള്ളവർ മാപ്പിളപ്പാട്ടിനോട് ഇപ്പോൾ ആഗ്രഹമുള്ളവരുണ്ടാവില്ല പഴയ മാപ്പിളപ്പാട്ടൊക്കെ. അത് അല്ല ഇവനെ കൊണ്ട് പാടിപ്പിക്കും, വേറെ പാട്ടും പാടിപ്പിക്കും. ഓക്കെ, അപ്പോൾ
ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ വിട പറയാണ്. ഓക്കെ, ഒരു ഗുഡ് ബൈ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ വരും, പുതിയ കാര്യങ്ങളായി ഞങ്ങൾ പറഞ്ഞല്ലോ, പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ. അബു സുർമി, ജബ്ബാർ പെർള. ഓക്കെ.